അപ്പോൾ ഇന്ന് ചായയുടെ കുട്ടികൾക്ക് കൊടുക്കാൻ ഞാൻ ഉണ്ടാക്കിയത് ഏത്തയ്ക്ക നെയ്ക്കത്ത് വരട്ടിയതാണേ. നോക്കിയേ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എത്ര ഏത്തയ്ക്ക കഴിക്കാത്തവരും ഇത് കഴിക്കും, അത് ഉറപ്പാണേ. ശരി, എന്നാൽ ഓക്കെ. ഹായ് കൂട്ടുകാരി, ഇതാണ്ട് ഇത് പഴുത്ത ഏത്തയ്ക്കയാണ്. ഇത് നമ്മൾ കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ് ഇത് കേട്ടോ. നമുക്ക് നോക്കാമേ. ഏത്തയ്ക്ക നമ്മൾ ചെറുതായി നൈസായിട്ട് വട്ടത്തിൽ അരിയുവാണേ. കട്ടിംഗ് ബോർഡേ വെച്ച് അരിയാം, എന്നാലും അതിനേക്കാൾ നല്ലത് നമ്മൾ തന്നെ കൈ വെച്ച് തന്നെ അരിയുന്നതാണേ. അതാണ്ട് 4 ഏത്തയ്ക്കായി നമ്മൾ അരിഞ്ഞ്, ഇവിടെ 2 പേർക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് നമ്മൾ മുഴുവൻ ഏത്തയ്ക്കയും അരിഞ്ഞെടുത്ത് കേട്ടോ. കണ്ടോ, നമുക്കിനി ഇതിലോട്ട് ബട്ടർ ഒഴിച്ച് കൊടുക്കാവേ. ബട്ടർ അല്ലെങ്കിൽ നെയ്യിൻ്റെ പുറത്ത് ആദ്യം ഒഴിക്കണവേ, എന്നിട്ട് നമ്മൾ ചീൻചട്ടിയിലോ പാനിൻ്റെ അകത്തോ ഒഴിക്കണം കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കാനല്ലേ, അപ്പം നമ്മൾ ഇച്ചിരി കൂടുതൽ നെയ്യ് ഒഴിച്ചുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. എന്നിട്ടിത് ഇളക്കി കൊടുക്കണവേ. സ്പൂൺ കൊണ്ട് തന്നെ ഇളക്കാം നമുക്ക്. കണ്ടോ, എല്ലായിടും അപ്പുറത്തെ സൈഡിലും 2 സൈഡിലും ഫുള്ളായിട്ട് നെയ്യൊക്കെ പിടിച്ചേ. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെക്കാമേ. ചൂടായ ചട്ടിയിലോട്ട് ചെറുതായിട്ട് നെയ്യ് തൂത്ത് കൊടുക്കാവേ. അരിഞ്ഞു വെച്ച ഏത്തയ്ക്ക എടുക്കാവേ. ഓക്കെ, ഇത് ഒരു സൈഡ് നല്ലതുപോലെ മൂക്കുമ്പം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണവേ. ഇതായിട്ടില്ല കണ്ടോ, നോക്കാവേ. മൂത്തിട്ടുണ്ട്, ഒരു സൈഡ് മൂത്ത്. നമുക്ക് ഇതെല്ലാം തിരിച്ചിട്ട് കൊടുക്കാവേ. എന്താണ്ട് നമ്മൾ എല്ലാം തിരിച്ചിട്ടുണ്ട്, നല്ലതായിട്ട് മൊരിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണേ. കണ്ടോ, അപ്പോൾ അതാണ്ട് ഏത്തയ്ക്ക നെയ്ക്കകത്ത് വരട്ടിയത് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ. എൻ്റെ മക്കൾക്ക് 2 പേർക്കും ഇത് ഇഷ്ടമാണേ. ഞാൻ മിക്കപ്പോഴും അവർക്ക് ഉണ്ടാക്കി കൊടുക്കും, കാരണം ഏത്തയ്ക്ക കഴിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ ആകുമ്പം ഏത്തയ്ക്കായി ഉള്ളിച്ചില്ല നെയ്യ്